അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ദമാമിലെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നാണ് ഞാൻ അബ്ദുൽ ജബ്ബാർ വിളത്തൂർ, എൻ്റെ കൂടെ അൻവർ ഷാ കൽപ്പകഞ്ചേരി. ഒരു പ്രത്യേക പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാലോ, അൽ അദീബ് ലോക അറബി ഭാഷാ ദിനം ഡിസംബർ 18. ആ അറബി ഭാഷാ ദിനത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ ദമ്മാം സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുത്ത കുട്ടികളുടെ പ്രസക്ത പ്രോഗ്രാമുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കാണണം, വിലയിരുത്തണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അൻവർ ഷാ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുകയല്ലേ? നമുക്ക് പ്രധാനമായും ഇത് സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രധാന സ്ഥലങ്ങളായ അൽ ജുബൈൽ, ദമ്മാം, അൽ ഖോബാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് നമുക്ക് അൽ അദീബ് പ്രോഗ്രാമിൽ പരിപാടികൾ അവതരിപ്പിച്ചത്. അതിൽ നമുക്ക് ഒരുപാട് കുട്ടികൾ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ പറയേണ്ടത്, ഈ അവതരിപ്പിച്ച കുട്ടികളൊക്കെ അധികം അറബിക് സ്കൂളിൽ പഠിച്ച കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷാ ദിനത്തിൽ അത്തരം കുട്ടികളുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയാണ്. ഒന്നാമതായി നമുക്ക് ബിലാൽ ഫൈസൽ അവതരിപ്പിച്ച ഒരു പ്രസംഗത്തിലേക്ക് പോകാം. ബിലാൽ ഫൈസൽ നാട്ടിലെ കോഴിക്കോട് സ്വദേശിയാണ്. ഇവിടെ മദ്രസത്തു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന അറബി സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ബിലാലിൻ്റെ പ്രസംഗത്തിലേക്ക് നമുക്ക് പോകാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഹഫ്ലുൽ കരീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ألقي أمامكم بعض الكلمات عن موضوع التوحيد، فالتوحيد أساس الدين وعمدة الإسلام، فلا إسلام إلا بالتوحيد، ولا إيمان إلا بإقرار التوحيد. ولتعليمه أرسل الله الرسل وأنزل الكتب. يقول الله تعالى: رب السماوات والأرض. يقول الله تعالى: وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. فالتوحيد أن نفرد الله تعالى في ربوبيته وفي ألوهيته وفي أسمائه وصفاته، فعلينا أن نؤمن بوحدانيته تعالى في ذلك كله، وأنه لا شريك له في ربوبيته وفي ألوهيته وفي أسمائه وصفاته. يقول الله تعالى: رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. الكلام في هذا الموضوع يطول، فأكتفي بهذا، وأسأل الله تعالى أن يجعلنا هداة مهتدين وأئمة للمتقين. وصلى الله وسلم على نبينا محمد وآله وصحبه وسلم تسليما كثيرا إلى يوم الدين. والسلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാ, നല്ലൊരു പ്രസംഗമാണല്ലോ നമ്മൾ കേട്ടത്. നമുക്കറിയാം, ബിലാൽ ഫൈസലിനെ പറ്റി പറയുമ്പോൾ, ബിലാൽ ഫൈസൽ കൈതൽ ദമാമിലുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ ഇമ്പിച്ചി കോയ സാഹിബിൻ്റെ പേരക്കുട്ടിയാണ്. ഇമ്പിച്ചി കോയ സാഹിബിനെ പറ്റി പറയുമ്പോൾ, ഒരു വേള ദമാമിൽ ഇന്ന് നമ്മളിവിടെ ഈ ഇരിക്കുന്ന സ്റ്റുഡിയോ അടക്കം ദമാമിലുള്ള ദഅവത്തിൻ്റെ മേഖലയിൽ ആദ്യത്തെ കാൽവെപ്പ് വെച്ച വ്യക്തികളിൽ പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. കാരണം നമുക്കൊക്കെ അറിയാം, പണ്ട് ഞാൻ ചരിത്രത്തിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ടതാണ്, അന്ന് ദമാമിൽ വന്ന് ഇവിടെ സമ്പാദിക്കുക എന്നല്ലാതെ വേറെ മറ്റൊരു ചിന്തയില്ലാതെ കുറേ ആളുകളുണ്ടായിരുന്ന ആ ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിച്ചതിൽ മുൻപന്തിയിൽ നിന്ന ബഹുമാന്യനായ ഇമ്പിച്ചി കോയ സാഹിബിൻ്റെ പേരക്കുട്ടിയാണ് ഈ ബിലാൽ ബിൻ ഫൈസൽ. അദ്ദേഹത്തിനെ പറയുമ്പോൾ ഫൈസലിനെയും നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ്. ദീർഘകാലമായി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫൈസലിൻ്റെ മോനാണ് ഈ ഒരു പ്രസംഗം. ഈ ഒരു പ്രസംഗത്തിൽ പറയുമ്പോൾ എനിക്ക് ഒന്നുകൂടി പറയാൻ ഉള്ളതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏതാനും ദിവസം മുന്നേ ഞാൻ ഈ ഒരു മോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു, അൽ അദീബ് എന്നൊരു പ്രോഗ്രാമില്ലേ, അതെ, നീ എന്താണ് അതിൽ പ്രസംഗിക്കുന്നത്? ഞാനൊരു അറബി പ്രസംഗമാണ്, എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ വാക്കുകളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നത്. ഈ ചെറിയ കുട്ടി എന്നോട് പറഞ്ഞത്, ഞാൻ തൗഹീദിനെ കുറിച്ചാണ് പറയുന്നതാണ്. മാഷാ അല്ലാ, അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഈ ഒരു ചെറുപ്രായത്തിലും തൗഹീദ് എന്താണെന്നും ശിർക്ക് എന്താണെന്നും പറയുന്ന ഒരു കുട്ടികൾ നമ്മുടെ കൂടെ വളർന്നു വരിക എന്നുള്ളത്, അത് ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ നടക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുള്ളൂ. നമുക്കൊക്കെ അറിയാം, ഇവിടെ ഗൾഫിൽ പല വീടുകളിലും കുട്ടികൾ മൊബൈൽ കളിച്ചിട്ടും ഉറങ്ങിയിട്ടൊക്കെ ആയിട്ട് വെള്ളിയാഴ്ച കഴിയുമ്പോൾ ഈ കുട്ടി ബാപ്പായുടെ കൂടെ
വന്ന് ജുമാക്ക് പങ്കെടുത്ത് അതിനുശേഷം ഇസ്ലാഹി സെൻറ്ററിലെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോൾ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ കൂടെ കൂടുമ്പോഴുള്ളൊരു ഗുണം നമ്മുടെ മക്കളെയും നമുക്ക് നമ്മുടെ ആ ഒരു വഴിത്താരയിൽ കൊണ്ടുവരാൻ കഴിയും എന്നതാണ്. എന്തായാലും ആ ഒരു മോനെ എല്ലാവിധ നല്ല ഭാവങ്ങളും നേരുകയാണ്. ഇനി അടുത്തൊരു പ്രോഗ്രാം ആരുടേതാണ് നമുക്ക്? അടുത്ത പരിപാടി നമുക്ക് ദമാമിൽ നിന്ന് തന്നെയുള്ള ഒരു വിദ്യാർത്ഥിയാണ്, ആദം മുഹമ്മദ് റിയാസാണ്. ആദമും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറബിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മുതവസ്സിത്തത്തു തഹ്ഫീദുൽ ഖുർആനിൽ കരീം ബിദ്ദമ്മാം എന്ന അറബിക് സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. എന്താണ് ആദം മുഹമ്മദ് റിയാസ്. ആദം ഒരു ഹദീസാണ് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, അത് കേട്ടു നോക്കാം. നമുക്ക് അത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ആദം. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم إذا مات الإنسان انقطع عنه عمله إلا من 3 إلا من صدقة جارية أو علم ينتفع به أو ولد صالح يدعو له. മാഷാ അല്ലാ, ഒരു നല്ലൊരു ഹദീസാണ് നമ്മൾ കേട്ടത്. ആദം തൃശ്ശൂർ സ്വദേശിയായ ആദമിൻ്റെ ഈ ഒരു ചെറിയ ഹദീസാണെങ്കിലും ആ ഹദീസിൻ്റെ കണ്ടൻറ് എന്താണെന്നും കൂടി ഒന്ന് പറയുമോ? ഹദീസ് ചെറുതാണെങ്കിലും വളരെ വിലപ്പെട്ട സന്ദേശമാണ് ആ ഹദീസ് നമുക്ക് നൽകുന്നത്. മരണാനന്തരം ഒരു മനുഷ്യന് ബാക്കിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള 3 കാര്യങ്ങളാണ് അതിൽ ആദം ആ ഹദീസിൽ സൂചിപ്പിച്ചത്. അത് മരണാനന്തരം ഒരു മനുഷ്യന് എന്തൊക്കെ അമലുകളാണ് ബാക്കിയാവുക എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഹദീസിൽ സൂചിപ്പിച്ചത്. അടുത്തത് നമുക്ക് അഹ്മദ് ബിൻ ജിഹാദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രോഗ്രാമാണ്. അഹ്മദ് ദമാമിലെ ഒരു അറബിക് സ്കൂളിലാണ് അഹ്മദ് പഠിക്കുന്നത്. അഹ്മദിൻ്റെ ഒരു അറബിക് പ്രസംഗമാണ് നമുക്ക് അടുത്തതായിട്ട് കേൾക്കാനുള്ളത്. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد خاتم النبيين وعلى آله وصحبه غر الميامين ومن تبعهم بإحسان إلى يوم الدين. ثم أما بعد فأحييكم بتحية الإسلام، فالسلام عليكم ورحمة الله وبركاته. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الإخوة الكرام، وقفت أمامكم لكي ألقي لكم بعض الكلمات عن موضوع محبة الرسول صلى الله عليه وسلم. أيها الإخوة والأخوات، إن محبة رسولنا صلى الله عليه وسلم أصل من أصول الدين، فلا إيمان ولا إسلام إلا لمن كان رسول الله صلى الله عليه وسلم أحب إليه من والده وولده والناس أجمعين. يقول الله تعالى: قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ويقول الرسول صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. فعلينا أن نحب حبيبنا المجتبى وقدوتنا المصطفى ونبينا المرتضى صلى الله عليه وسلم فوق كل شيء بعد محبة الله تعالى، ولذا نحبه وندله صلى الله عليه وسلم ونفتخر بمحبته صلى الله عليه وسلم ونتبع سنته وأثره صلى الله عليه وسلم ونكثر الصلاة والسلام عليه صلى الله عليه وسلم ونبغض أعداءه والمستهزئين به صلى الله عليه وسلم. لنكن معا لنصرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم. هذا الكلام في هذا الموضوع يطول، فأكتفي بهذا وأسأل الله تعالى أن يجعلنا هداة مهتدين وأئمة للمتقين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم، وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാ, നല്ലൊരു സ്പീച്ചായിരുന്നു. ഈ അഹമ്മദ് ബിൻ ജിഹാദിനെ പറ്റി പറയുമ്പോൾ ജിഹാദിൻ്റെ മകൻ, ജിഹാദിനെ നമുക്ക് ദമാമിലുള്ളവർക്കൊക്കെ അറിയാം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യൂത്ത് നേതൃനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ്.
അദ്ദേഹം അതുമാത്രമല്ല, പീസ് റേഡിയോ കേൾക്കുന്നവർക്കൊക്കെ അറിയാം, അൽ-ഇജാബ എന്ന ഒരു ചോദ്യോത്തര പങ്ക്തിയുണ്ട്. അൽ-ഇജാബ നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, പീസ് റേഡിയോ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിതന്മാർ അതിൻ്റെ മറുപടി റേഡിയോ വഴി തന്നെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു പ്രോഗ്രാം, വർഷങ്ങളായി ഉള്ള ഒരു പ്രോഗ്രാമാണ്. റേഡിയോയിലുള്ള ഏറ്റവും നല്ല പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണെന്ന് പറയാം. ആ പ്രോഗ്രാമിൻ്റെ ദമാമിലുള്ള കൺവീനറാണ് ഇവിടെയുള്ള ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മദീനി പോലുള്ള പണ്ഡിതന്മാരിലേക്ക് ചോദ്യങ്ങൾ എത്തിക്കുന്നു. ആ ചോദ്യങ്ങൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുന്നു. നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു കാര്യം തുടക്കം മുതലേ അത് നിർവഹിച്ചു പോരുന്നത് ബഹുമാന്യനായ ജിഹാദാണ്. അദ്ദേഹത്തിൻ്റെ മോനാണ് ഈ ഒരു അറബിക് പ്രസംഗം നടത്തിയത്. എന്തായിരുന്നു ആ ഒരു പ്രസംഗത്തിൻ്റെ കണ്ടന്റ്? അഹമ്മദ് ഇവിടെ ഉസാമ ബിൻ സെയ്ദ് എന്ന് പറയുന്ന അറബിക് സ്കൂളിലാണ് ദമാമിലുള്ള. അഹമ്മദിൻ്റെ പ്രസംഗത്തിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിലും വളരെ ഭംഗിയായാണ് അറബിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടതിൻ്റെ ഒക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വളരെ മനോഹരമായൊരു പ്രസംഗമായിരുന്നു നമുക്ക് അഹമ്മദിൻ്റെ കേൾക്കാൻ സാധിച്ചത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇനി അടുത്ത വിദ്യാർത്ഥി, അടുത്ത മത്സരാർത്ഥി ആരാണ്? അടുത്ത നമുക്ക് പീസ് റേഡിയോയിൽ അൽ അദീബിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിനിയാണ്. അവർ ഹ്രസ്വ സന്ദർശനാർത്ഥം നാട്ടിൽ നിന്ന് ഇവിടെ സൗദി അറേബ്യയിലെ ദമാമിലെത്തിയ ഫഹ്മിദ എന്ന് പറയുന്ന 5ാം ക്ലാസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. പുലാമന്തോൾ സ്വദേശിയാണ് നാട്ടിൽ. അവരുടെ ഒരു അറബിക് സോങ്ങാണ്, അറബിക് ഗാനമാണ് നമുക്ക് കേൾക്കാനുള്ളത്. ആ ഗാനത്തിലേക്ക് പോകാം. സല്ലമനല്ലാഹു ബിറഹ്മ وبكرمك ندعو رأفا وبحقك نستعين كافي يا رب قرين في شكوى ونكمة نحن المنكوبون نعم سائلون الله نحن المندولون نعم ذاكرون الله نحن المنكوبون نعم طالبون الله نحن المندولون نعم راعبون الله شاكرون الله سلمنا الله برحمة وبكرمك ندعو رأفا وبحقك نستعين كافي يا رب قرين صفي شكوى ونكمة نحن المندولون نعم سائلون الله نحن المنكوبون نعم ذاكرون الله نحن المندولون نعم طالبون الله نحن المنكوبون نعم راعبون الله شاكرون الله يا منا نطرق بابا لمواصلة دعما دوما بالحسنة بارك فورا لذا نعمل ختما وعدا يا منا نطرق بابا لمواصلة دعما دوما بالحسنة بارك فورا لذا نعمل ختما وعدا نحن المنكوبون نعم سائلون الله نحن المنكوبون نعم ذاكرون الله شاكرون الله شكرا. മാഷാ അല്ലാ, നല്ലൊരു ഗാനമാണ് നമ്മുടെ ഫഹ്മിദ മോളെ പറയുമ്പോൾ ഫഹ്മിദ മോളുടെ ഉപ്പ ബഷീർ കേട്ടി ഇവിടെ അറിയാം. നമ്മൾ ദമാം ഇസ്ലാഹി സെൻറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ദാവാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാലമായി ഉള്ള അദ്ദേഹം പുലാമന്തോൾ സ്വദേശിയാണ്. എൻ്റെ അയൽവാസി കൂടിയാണ്. നമ്മുടെ അയൽനാട്ടുകാരനായ ബഷീറിൻ്റെ മോളാണ് നമ്മളോടിപ്പോൾ നമുക്ക് ഈ ഒരു ഗാനം ഇവിടെ
അവതരിപ്പിച്ചു തന്നത്. ഇനി ഈ ഒരു അവസരത്തിൽ നമുക്ക് അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ നമുക്ക് വേറെ ഒരു പ്രത്യേകത, നമ്മൾ സൗദി അറേബ്യയിൽ അറബി ഭാഷ മുഖ്യ ഭാഷയായിട്ടുള്ള നാട്ടിലാണ് നമുക്കൊക്കെ കഴിയാൻ കഴിയുന്നുള്ളത്, നമ്മളുള്ളത് എന്നുള്ളത് ഒരു സന്തോഷമുള്ള വാർത്തയാണ്. അറബി ഭാഷ പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ദമ്മാമിലാണെങ്കിൽ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററുകളിലും ICC പോലുള്ള സ്ഥലങ്ങളിലും ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പ്രത്യേക കോഴ്സുകൾ തന്നെയുണ്ട് നമുക്ക് പഠിക്കാൻ. നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ മാത്രം മതി. ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. അതും പ്രത്യേകിച്ച് അറബി നമുക്ക് നമ്മുടെ ഭാഷ, നമുക്ക് നമ്മുടെ ഖുർആൻ അവതരിച്ച ഭാഷ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാര്യമല്ലേ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട്, ഇസ്ലാമിക് കൾച്ചർ സെൻറ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളതിലേക്ക് വരണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. അടുത്ത പ്രോഗ്രാം ആരുടേതാണ്? നമുക്ക് റാക്കയിൽ നിന്നാണ് അടുത്ത ഒരു സഹോദരി, ഒരു വിദ്യാർത്ഥിനി നമ്മുടെ കൂടെ ചേരുന്നത്. റാക്കയിൽ നമുക്കൊരു പുതിയതായിട്ടൊരു ഇസ്ലാഹി സെൻറ്റർ അടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. ആ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ് അനസ്. അനസിൻ്റെ മകളാണ് ഹംദ അനസ്. തിരുവനന്തപുരം സ്വദേശിയാണ് അവർ. ഇവിടെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹംദ. ഹംദ മനോഹരമായൊരു അറബി ഗാനമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا بالإسلام يا حبيبي يا شافعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيب يا محمد أتيت بالسلام والهدى محمد حبيب يا محمد يا رحمة للعالمين يا محمد يا من حليت حياتنا بالإيمان يا من بجمالك علمت الإحسان يا من نورت قلوبا بالقرآن يا حبيبي يا شافعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيب يا محمد أتيت بالسلام والهدى محمد حبيب يا محمد يا رحمة للعالمين يا محمد صلى الله على هتم بالأنبياء محمد رحمة للعالمين رحمة للعالمين. മാഷാ അല്ലാ. ഹംദമോളുടെ ഗാനമാണ് നമ്മൾ കേട്ടത്. വളരെ ഹൃദ്യമായ ഒരു ഗാനം. അത് നമ്മുടെ മുത്തു റസൂലിൻ്റെ മദ്ഹാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ. ഈ ഒരു അവസരത്തിൽ നമ്മുടെ അനസ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു റാക്ക ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡൻ്റാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പീസ് റേഡിയോയുടെ തുടക്കം മുതലേ പീസ് റേഡിയോയുടെ സെക്രട്ടേറിയറ്റിലുള്ള ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ അനസ്. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ IT വിങ്ങുകളും അതിൻ്റെ പ്രൊമോഷൻ വിങ്ങുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മുൻനിരയിലുള്ള ഒരു വ്യക്തിയാണ് എന്നുകൂടെ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ഇനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് കടക്കും. നമുക്ക് ആരാണ് അടുത്ത? ഇനി നമുക്ക് അൽ ഖോബാറിൽ നിന്നാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈസ്റ്റേൺ പ്രൊവിൻസിൽപ്പെട്ട വിവിധ സ്ഥലങ്ങളാണ്. അപ്പോൾ അൽ ഖോബാറിൽ നിന്നുള്ള മദീഹ അബ്ദുറഹ്മാൻ, നമ്മുടെ അബ്ദുറഹ്മാൻ ഉളിയിൽ അൽ ഖോബാർ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാരവാഹികളിൽപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ ഉളിയിലിൻ്റെ മകളാണ്. ഇവിടെ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മദീഹ. അതേപോലെ ഇവിടുത്തെ അൽ ഖോബാർ മദ്രസയിൽ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. അത് ഒരു കവിതയാണ്. നമുക്ക് വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു അറബി കവിതയാണ് മദീഹ അവതരിപ്പിക്കുന്നത്. അതിലേക്ക് പോകാം. طويل له دون البحور فضائل فعول مفاعل قفوا نذكر الأحباب غابوا بتربة بواد مسمى دكي مخلري
زهور تنير كل حين بفرحة وأحلامهم كانوا بأعلى المسيطرين يعيشون عيشا واللعب مرتعا بميدانها طالت غصون المشجر ولكن قضاء الله ما زل يومها سار بميقاري بطون المحجر ولما أتوا تحت تراب مطاول ولم يعرفوا أحد بموت المحاضر فحبت رياح الموت حيث تحلموا فصاحوا بصوت صارخ متحذر فغابوا جميعا ليس أحد تسامعوا فمالوا إلى جنب الإله المؤخر ويا نهر تدري قدركم أنت حامل عديد تفاض الماء بكل المقطر حمى الله كل من أناس بعفوه ولا يحمنا أحد سوى الله قادر إلى الله يشكو من كوارث بلدنا من النسر ما دام البلد المعطر عليكم سلام الله في كل لحظة وإذراف ما سالوا عيون المحير عليكم سلام الله في كل لحظة وإذراف ما سالوا عيون المحير. നല്ലൊരു കവിതയായിരുന്നു മാഷാ അല്ലാ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അവരുടെ അതുപോലെ അതുമായി ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോഴും പലരും അനുഭവിച്ചു കൊണ്ടിരുന്ന അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു പെട്ടെന്ന് നീക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഇവിടെ നമ്മുടെ ദമാമിലെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ കീഴിൽ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് നമുക്കൊരു ഖുർആൻ എക്സിബിഷൻ നടന്നിരുന്നു. ഇസ്ലാമിക് എക്സിബിഷൻ, അതായത് അവിടുത്തെ കുട്ടികളുടെ പ്രോഗ്രാമിൽ നമ്മളുടെ ആളുകൾ ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. മാഷാ അല്ലാ, നല്ലൊരു പ്രതികരണമാണ് അവിടുന്ന് അത് കിട്ടിയത്. അന്ന് ഈ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൻ്റെ മേധാവി ഡോക്ടർ അബ്ദുൽ വാഹിദ് ആ ഒരു പ്രോഗ്രാം അവിടെ വന്ന് കണ്ടു. അതിനുശേഷം നമ്മുടെ റമദാൻ ടെൻറ്റിലും ഈ ഒരു പ്രോഗ്രാം വേണം എന്നുള്ള അഭിപ്രായം വന്നു. നമ്മളവിടെ റമദാൻ ടെൻറ്റിൽ ആ എക്സിബിഷൻ വെച്ചു. മാഷാ അല്ലാ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ഏതാനും മാസം മുന്നേ ഇവിടുത്തെ ഗവൺമെൻറ് സൗദി ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൻ്റെ ഭാരവാഹികൾ എല്ലാം കൂടെ തീരുമാനിച്ച് ആ ഒരു എക്സിബിഷൻ പെർമനൻ്റായിട്ട് ICCയിലെ 5ാമത്തെ ഫ്ലോറിൽ അത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് അറിയണം എന്നുള്ള ആർക്ക് വേണമെങ്കിലും ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ, ആ എക്സിബിഷൻ്റെ എല്ലാ സ്ലൈഡിലൂടെ ഒന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്നും എന്താണ് പരലോകമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദമാമിനും പരിസരത്തുമുള്ള ആളുകൾ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ആ ഒരു എക്സിബിഷൻ കാണാം. നമുക്ക് ചിലപ്പം ഇസ്ലാമിനെക്കുറിച്ച് അറിയായിരിക്കാം, അറിയാത്ത ആളുകളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയായി സ്വീകരിക്കണം എന്നുകൂടി ഒരു അവസരത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. അൽ അദീബ് പ്രോഗ്രാമിൽ പങ്കെടുത്ത അടുത്ത കുട്ടി ആരാണെന്ന് പറയൂ. അൽ അദീബിൽ നമുക്ക് അൽ ജുബൈലിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് അടുത്തതുള്ളത്. നമ്മൾ ദമാമിലെ കോബാറിലെ റാക്കയിലൊക്കെ കുട്ടികൾ അവതരിപ്പിച്ചു. ഇനി അൽ ജുബൈലിൽ നിന്ന് വന്ന ഇബ്രാഹിം ഉസ്മാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ്. ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജുബൈലിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇബ്രാഹിം അതുവരെ 7ാം ക്ലാസ് വരെ ഏതാണ്ട് അറബിക് സ്കൂളിലാണ് പഠിച്ചത് ജുബൈലിൽ തന്നെ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലാണ്. ജുബൈലിൽ നിന്നും നമുക്ക് അൽ അദീബിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. ഇവിടെ നല്ല ഒരു മനോഹരമായ പ്രസംഗം അവതരിപ്പിച്ച ഇബ്രാഹിമിൻ്റെ ആ പ്രസംഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്.
الحمد لله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش. الحمد لله الذي أنزل الكتاب على عبده ليكون للعالمين نذيرا وما تسقط من ورقة إلا يعلمها. الحمد لله الذي من قال إنا أرسلناك رحمة للعالمين. وصلى الله على أفضل المخلوقين وأكرم السابقين أجمعين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، قال تعالى: ومن يشرك بالله فقد حبط عمله وهو في الآخرة من الخاسرين. أريد أن أتحدث عليكم كلمات عن الشرك. فسر العلماء إلى أن الشرك نوعان، هما الشرك الأكبر والشرك الأصغر. إن الشرك الأكبر هو من أعظم الذنوب عند الله تعالى ولا يغفره إلا التوبة. قال تعالى: إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار. وكان المشركون في مكة يعبدون الأصنام ويقولون هؤلاء يقربونا إلى الله زلفى. لقد سمعنا كلاما تشابها للكلام المشركين في مكة من بلدنا، وإذا قلت لهم أن تعبد الله وحده يقولون لك ما وجدنا عليه آباءنا، أو يقولون لم علمتنا، مثل قوله تعالى في سورة البقرة: وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون. يا إخواني الكرام، احفظوا من الشرك فإن كان بقول أو فعل. نسأل الله تعالى أن يثبت قلوبنا في دينك. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. മാഷാ അല്ലാ, നല്ല പ്രസംഗമായിരുന്നു. നല്ലൊരു ഫീലുണ്ട്. ആ ഒരു പ്രസംഗം അവതരിപ്പിച്ച ഇത് നമ്മുടെ ജുബൈലുള്ള ഉസ്മാൻ്റെ മോനാണ്. ഈ ഒരു സന്ദർഭത്തിൽ ജുബൈൽ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിനെ കുറിച്ച് നമുക്ക് ഓർക്കാതെ പോകാൻ കഴിയില്ല. കാരണം പീസ് റേഡിയോ തുടക്കത്തിൽ അതിൻ്റെ ലോഗോ പ്രകാശനം നടന്നത് ജുബൈലുള്ള ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. നാട്ടിൽ നിന്നുള്ള നമ്മൾ പണ്ഡിതന്മാരും ഒക്കെ വന്ന് വളരെ ഭംഗിയോട് നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു പ്രതീക്ഷയോട് കൂടി ആ ഒരു തുടങ്ങിയ സ്റ്റുഡിയോ ആണെന്ന് പല ഭാഗങ്ങളായിട്ട് സ്റ്റുഡിയോകൾ വന്നു. ഇനിയും സ്റ്റുഡിയോകൾ പലതും പല സ്ഥലത്തും വരാനുണ്ട്. സൗദിയിൽ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റുഡിയോകൾ വരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പീസ് റേഡിയോ കേൾക്കാത്ത ആളുകളിലേക്ക് പീസ് റേഡിയോ എത്തിക്കാനുള്ളൊരു ശ്രമം നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവണമെന്നുകൂടി പറയുകയാണ്. അടുത്ത മത്സരാർത്ഥിയും നമുക്ക് ജുബൈലിൽ നിന്ന് തന്നെയുള്ളതാണ്. ഇബ്രാഹിം എന്ന് തന്നെയാണ് പേര്. ഇബ്രാഹിം മുഹമ്മദ് സിയാദാണ്. നാട്ടിലെ കണ്ണൂർ സ്വദേശിയാണ് ഇബ്രാഹിം മുഹമ്മദ് സിയാദ്. ഇബ്രാഹിം മുഹമ്മദ് സിയാദ് ഖുർആനെ പറ്റിയുള്ള, അതിൻ്റെ മഹത്വത്തെ പറ്റിയുള്ള, ശ്രേഷ്ഠതയെ പറ്റിയുള്ള ഒരു പ്രസംഗമാണ് അവതരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖ് نبينا محمد صلى الله عليه وسلم وعلى من اتبعهم بإحسان إلى يوم الدين. ثم أما بعد، عباد الله، إن القرآن الكريم معجزة من أعظم معجزات النبي صلى الله عليه وسلم. فقال الله سبحانه وتعالى: إنا نحن نزلنا الذكر وإنا له لحافظون. أولا، القرآن يهدي للحق والصواب، فقال الله تعالى: إن هذا القرآن يهدي للتي هي أقوم. ثانيا، القرآن سيكون شفيعا لأصحابه يوم القيامة، فقال رسول الله صلى الله عليه وسلم: اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه. ومن فضائل قارئ القرآن الكريم: أولا، أن قارئ القرآن الكريم يأخذ بكل حرف حسنة، والحسنة بعشر أمثالها. لا أقول ألف لام ميم حرف، ولكن ألف حرف ولام حرف وميم حرف. ثانيا، أن قارئ القرآن الكريم يرتقي به الجنان يوم القيامة، فقال رسول الله صلى الله عليه وسلم: اقرأ وارتقي ورتل كما كنت ترتل في الدنيا، فإن منزلتك عند آخر آية تقرأها. اللهم ذكرنا منه ما نسينا، وارزقنا تلاوته آناء الليل وأطراف النهار. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب، فاستغفروه إنه هو الغفور الرحيم.
വളരെ നന്നായിരുന്നു മാഷാ അല്ലാ. അറബി പ്രസംഗം വളരെ നല്ല ഒരു ഫീല്. എന്തായാലും ആ ഒരു കുട്ടി ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ വളരട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അടുത്ത പ്രോഗ്രാം ആരുടേതാണ്? ഇബ്രാഹിം മുഹമ്മദ് സിയാദ് വളരെ ഭംഗിയായി പ്രസംഗം അവതരിപ്പിച്ചു. ഇബ്രാഹിം 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫുദൈലുബിനു ഇയാദ് സെക്കൻഡറി സ്കൂൾ എന്ന അറബിക് സ്കൂളിൽ തന്നെ, ജുബൈലിലുള്ള അറബിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അതേപോലെ ജുബൈലിലെ അൽ ഫുർഖാൻ മദ്രസയിലെ CRE സ്റ്റുഡൻറ്റ് കൂടിയാണ് ഇബ്രാഹിം. ഇനി നമുക്ക് ഇബ്രാഹിം മുഹമ്മദ് സിയാദിൻ്റെ അനിയൻ അബ്ദുള്ള സിയാദ് അവതരിപ്പിച്ച ഒരു പ്രസംഗമാണ്, വളരെ മനോഹരമായ ഒരു പ്രസംഗമാണ് നമുക്ക് കേൾക്കാനുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ മുർസലീൻ സയ്യിദനാ മുഹമ്മദ് അലൈഹി അഫ്ളലുസ് സ്വലാത്തു അതമ്മത്ത് തസ്ലീം. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളത്തിൻ്റെ ആദാബുകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെള്ളം കുടിക്കുന്നതിന് 5 സുന്നത്തുകളാണ് ഉള്ളത്. ഒന്നൊന്നായി ഞാൻ എണ്ണിപ്പറയാം. ഒന്നാമത്തത് ഇരുന്ന് കുടിക്കുക. രണ്ടാമത്തത് വെളുത്ത കൈനെ കൊണ്ട് കുടിക്കുക. മൂന്നാമത്തത് ബിസ്മില്ല പറഞ്ഞിട്ട് കുടിക്കുക. നാലാമത്തത് 3 പ്രാവശ്യം നിർത്തി കുടിക്കുക. അഞ്ചാമത്തത് ലാസ്റ്റിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക. അത് വെള്ളത്തിന് മാത്രമല്ല, അല്ലാ കുടിക്കുന്ന സാധനത്തിനും പെടും. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ മാഷാ അല്ലാ. അറബിയിൽ തുടങ്ങി തനി കണ്ണൂർ ഭാഷയിൽ ആ ഒരു പ്രസംഗം വളരെ ഹൃദ്യമായി തോന്നിയത്. ആ ഒരു നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, അറബിക് സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം മലയാളം അത്ര ഹൃദ്യമല്ല, എന്നാൽ പോലും അവൻ മലയാളത്തിൽ പ്രസംഗിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു. നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് ഒരു ഖുർആൻ പാരായണം കേൾക്കാം. നമ്മളിപ്പോൾ പ്രസംഗം കേട്ടു, കവിത കേട്ടു, അറബി ഗാനം കേട്ടു. ഇനി ഖുർആൻ പാരായണം നമുക്ക് കേൾക്കാം. നേരത്തെ പറഞ്ഞ അനസിൻ്റെ മകൻ റൈഹാൻ അനസ് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്, 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സൂറത്ത് മുർസലാത്തിൻ്റെ പാരായണം ഏതാനും ഭാഗം നമുക്ക് കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا إنما توعدون لواقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين. അൽഹംദുലില്ലാ, നല്ല പാരായണമാണ്. ഈ ഒരു അവസരത്തിൽ ഈ പീസ് റേഡിയോ കേൾക്കുന്ന ദമാമിലെയും ജുബൈലിലെയും കോബാറിലെയും മാത്രമല്ല സൗദി അറേബ്യയിലുള്ള എല്ലാ ഏരിയയിലുള്ള മലയാളികളോടാണ് ഞാൻ പറയുന്നത്. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള ഇടം ഒത്തിരിയാണ്. കുറേ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. കുട്ടികളുടേതാണെങ്കിൽ സ്റ്റാർ ക്വിസ്റ്റ് പോലുള്ള, ടെലിക്യൂസ് പോലുള്ള പ്രോഗ്രാമുകൾ, നമ്മളുടെ കുട്ടികളുടെ കഴിവുകൾ, ഇസ്ലാമികപരമായ കഴിവുകൾ, അതായത് തെറ്റുകളില്ലാത്ത രീതിയിൽ ഒരു തെറ്റുകൾ സംഭവിക്കാത്ത രീതിയിലുള്ള എല്ലാ പ്രോഗ്രാമുകളും ഈ ഒരു സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് റേഡിയോ വഴി നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അതിന് നമ്മളുടെ ഒന്നുമില്ല, നിങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ഒരു മെസ്സേജുകൾ അയച്ചാൽ മതി. ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഏതൊക്കെ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററുകളാണോ ദമാമിലുള്ളതോ റിയാദിലുള്ളതോ ആണെങ്കിലും ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററുകളുടെ ഭാരവാഹികളെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടതുണ്ട്, അതിനെന്താണ് വഴി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നമ്പർ ഒന്ന് കിട്ടിയാൽ മതി. ഞങ്ങളുടെ പീസ് റേഡിയോ ടീം അത് നോക്കി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
പ്രധാനമായും ഇവിടെ മദ്രസകളുണ്ട്. മദ്രസകളിലെ വിദ്യാർത്ഥികൾ കേൾക്കുന്നവർ അവർ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരിൽ പല കുട്ടികൾക്കും പല കഴിവുകളും അവർക്ക് ഉള്ളവരുണ്ട്, നല്ല നല്ല കഴിവുകളുള്ളവരുണ്ട്. അറബി അല്ലാത്ത മറ്റു ഭാഷകളിലുള്ള പ്രസംഗം, അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് പോലെയുള്ള സംഭവങ്ങൾ, അത്തരം കഴിവുകളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ആ കുട്ടികളെ, നിങ്ങളെ അറിവിൽപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ഈ പറഞ്ഞ പോലെ ഇസ്ലാഹി സെൻ്ററുകളുമായോ അല്ലെങ്കിൽ പീസ് റേഡിയോൻ്റെ തന്നെ ഫീഡ്ബാക്കുമായോ ഒക്കെ ബന്ധപ്പെട്ട് അറിയിച്ചാൽ നമുക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കാവുന്നതാണ്. അതാണ് പ്രധാനമായും പറയാനുള്ളത്. ഇപ്പോൾ അൻവർ ഷാ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. ഇതിൽ ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഈ റേഡിയോ പ്രോഗ്രാമുകൾ അത് യൂട്യൂബ് ചാനൽ വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റു പ്രോഗ്രാമുകളുമായി നിങ്ങളിലേക്ക് എത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.